മോളെ, ഞാൻ എത്രയോ തവണ കുഞ്ഞിനോട് പറഞ്ഞിട്ടുള്ളതാ ഈ കഴിഞ്ഞതോർത്ത് കരയരുതെന്ന്. തനിച്ചിരിക്കുമ്പോ ഓരോന്നോർത്തു പോവുക. അതുകൊണ്ട് എന്തൊരു പ്രയോജനം? ബാലേട്ടനറിയാമോ, കരയാതെ ഒരു ദിവസം പോലും എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അതിനെ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ശങ്കർ സാറിനെ കണ്ട് കുഞ്ഞിനൊരു കല്യാണക്കാരി ഏർപ്പാട് ചെയ്യാം. എനിക്ക് കല്യാണം വേണ്ട ബാലേട്ടാ. അതൊക്കെ ശങ്കർ സാറിനോട് പറഞ്ഞാൽ മതി. വാ കുഞ്ഞ്, നേരെ സന്ധ്യ വാ പോ. ബാലേട്ടാ, ബാബുവ, അല്ല പോലീസുകാരും കണ്ടാൽ നമ്മൾ സാക്ഷി പറയേണ്ടി വരും. അതിന് അയാൾ മരിച്ചിട്ടൊന്നുമില്ല. ബാലേട്ടനെ നിവർത്തി കിടത്തിക്കേ. അയാള് മരിക്കേ. ഏയ് 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 ബാലേട്ടാ, ആ കാറിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വരൂ. ഇതെന്താ ആവശ്യത്തിനാ കുഞ്ഞെ? വേഗം വരണേ ബാലേട്ടാ. വരാം. ബാലേട്ടാ, ഒന്ന് വേഗം വരൂ. കുറച്ച് വെള്ളം കൊടുക്കൂ. വേഗം. ഇറങ്ങുന്നില്ല ഇത്. കുടിച്ചോളൂ. കൈ അവിടെ കുത്തിക്ക. അവിടെ ഇരുന്നോ. ഇനി അവിടെ ഇരുന്നോളൂ. നമുക്ക് പോവാം. മോളെ വാ. വേണ്ട, നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടത്? എനിക്കറിയില്ല. നിങ്ങളുടെ വീട് എവിടെയാ? എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഗുരുവായൂര് ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നിട്ട് 3-4 ദിവസമായി. യാചിക്കാൻ മടിയായതുകൊണ്ട് നിങ്ങൾക്കൊരു ജോലി ഞാൻ വാങ്ങിത്തരാം. ബാലേട്ടാ, അയാളെ കാറ് കയറാൻ ഒന്ന് സഹായിക്കൂ. ഒന്ന് സഹായിക്കൂ. സഹായിക്കാം. മോള് പോയിക്കോ. പടച്ചതമ്പുരാനെ, പറഞ്ഞ കേട്ടില്ലേ? കേട്ട്. മോള് പോയിക്കോ. സുഹൃത്തെ, സഹോദര, ഒന്ന് എണീക്ക് സഹോദര. കിടന്ന് കളിക്കല്ലേ. എടോ, ഒന്ന് എണീക്കടോ. എടോ, ഞാൻ പാവപ്പെട്ടൊരു ആത്മീയാണല്ലോ. നിന്ന് പൊക്കാൻ കഴിയില്ല. 2 ചാക്ക് അരിന്റെ ഗാനമുണ്ട്. മകയെ കൊടുക്ക്. കൈ കൊണ്ടിട്ട്. എന്തിനാ ഇവിടെയൊക്കെ വന്ന് കിടക്കുന്നത്? ഞങ്ങളാണല്ലോ മുമ്പിൽ. അങ്ങനെ ശക്തി കൊടുക്കല്. ഒരു ഭാഗത്തേക്ക് മാത്രം ഇങ്ങനെ ചാഞ്ഞ് കളിക്കല്ലേ. അങ്ങനെ ആളുടെ വിചാരിച്ചിട്ടാ. അങ്ങോട്ട് കയറ്. കാലം അങ്ങോട്ട് വെക്ക്. കുടുങ്ങും. നല്ലപോലെ അടച്ചോളൂ ബാലേട്ടാ. അടച്ചിട്ടുണ്ട്. ഒന്നും പുറത്തേക്ക് പോവില്ല.
ബാലേട്ടാ, അയാളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളൂ. ശരി. നടന്നോ? ഒന്ന് പിടിച്ചോളൂ ബാലേട്ടാ. ഉച്ചക്കാര സ്വഭാവം. എണീക്കടോ, എണീക്കേ. ബാലേട്ടാ, ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കൂ. പോയി കുളിച്ചിട്ട് വരൂ. ബാബാ, 2 ദിവസം ഒന്നാരി കുളിപ്പിക്കേണ്ടി വരുന്നതിന് നടക്ക്. Poor man. കുഞ്ഞെ, എന്താ ബാലേട്ടാ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് പഴയ കാലമൊന്നല്ല. ആരാണ് എന്തെന്നൊന്നും അറിയാതെ അതൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞോളാം. അയാൾക്ക് കുളിച്ചു മാറാൻ ഒരു മുണ്ടെടുത്ത് കൊടുക്കൂ. അങ്ങനെ ആയിക്കോട്ടെ. ചെല്ലു. അതിനാണ് കുളിക്കല്ലേ. വഴിയെ പോണ വയ്യാവയിലേക്ക് വിളിച്ച് വീട്ടിൽ കയറ്റും. ഇവിടെ നല്ല ആരോഗ്യം ഉണ്ടല്ലോ, വല്ല വേലയും ചെയ്ത് ജീവിച്ചൂടെ. ഇത് എനിക്ക് വേലയൊക്കെ വേണ്ടി ഒന്നുവാ. അത് മതി. ഇനി അലവലാതി വല്ല സ്പെഷ്യലും ആവശ്യപ്പെടൂ. കുഞ്ഞ് എന്ത് കണ്ടിട്ടാണ് ഇവനൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്? കുഞ്ഞെ, 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 ചായ. അയാൾക്ക് കൊടുത്തോ? കൊടുത്ത്. ആളിപ്പോ സ്മാർട്ടായിരിക്കുന്നല്ലോ. ഇരിക്കൂ. ഉറക്കം സുഖമായിരുന്നോ? ഇന്നലെ നിങ്ങൾ വളരെ ടയേർഡായിരുന്നല്ലോ. അതുകൊണ്ടാ കൂടുതലൊന്നും ചോദിക്കാതിരുന്നത്. എന്താ പേര്? രവി. ഐ എം സിന്ധു. ഡാൻസ് അറിയാമോ? അറിയാമെന്ന് മാത്രമല്ല, ഞാനൊരു പ്രൊഫഷണൽ ഡാൻസർ കൂടിയാണ്. ഞങ്ങൾ കലയെ കച്ചവടമാക്കി ജീവിക്കുന്നവരാണ്. ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഞാൻ ഡാൻസ് ചെയ്തുണ്ടാക്കിയതാണ്. ഏതുവരെ പഠിച്ചു? ഇക്കാലത്തൊരു ജോലി സമ്പാദിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല.
ജോലി കിട്ടുന്നതുവരെ ഇവിടെ കഴിയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. എന്തു പറ്റി ബാലേട്ടാ? അത് ഡോറ് കാറ്റില് ഇങ്ങനെ അടഞ്ഞ് അതാ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? അതാ ടേബിളിൽ വെച്ചിട്ടുണ്ട്. പോയി കഴിച്ചോളൂ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എനിക്ക് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് എത്രയോ നിസ്സാരമാണ്. ചെല്ലു. എവിടെയാ? അതാ അവിടെ. ബാലേട്ടാ, ഓ അദ്ദേഹത്തെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കരുതണം. ഓ ആ ഇവിടെ വാ. ഇവിടെ വാ. ആച്ചിയോ? இந்த ஆச்சி. சிஞ்சி. ഇവിടെ വാ. ഇവിടെ വാ. ഇവിടെ വാ. ഇവിടെ 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 പിന്നെ ഇത് കുടിക്കാനുള്ളതല്ല, ചെടി നനയ്ക്കാനുള്ളതാ. നമുക്ക് മാലും മാലും അതെങ്ങനെ ഹംക്ക് ഇത് കുടിക്കാനുള്ളതല്ല. ഒന്നര കൊല്ലായത് കുളിച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ നനയ്ക്കേണ്ടത് നിങ്ങളുടെ ജോലിയോ അതല്ല എന്റെ ജോലിയോ? ഇന്ന് പിടി. ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി പാന്റും കോട്ടൊക്കെ ഇട്ട് വന്നിട്ടാ നനയ്ക്കുന്നത്. പിടിക്കാൻ പിന്നെ ഇവിടെ സിന്ധുമോളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാള് വന്നിട്ടുണ്ട്. അയാൾ പോകുമ്പോ വരുമ്പോ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കണം കേട്ടോ. മറക്കണ്ട. ഓ കോൺ ഹേ? അത് ഒഴിച്ച് അപ്പൻ ഹേ. ഓ അപ്പൻ കോൺ ഹേ? പറഞ്ഞ കേട്ടോ കേട്ടോ. പിടിയട. സാമ്പാർ കുറച്ചുകൂടെ കുറച്ചുകൂടെ. അത് മതി. ആശാനെ, ഈ വാച്ച്മാൻകാർക്ക് പ്രമോഷൻ ഒന്നും ഇല്ലേ? പ്രമോഷൻ ഉണ്ടല്ലോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ വാച്ച്മാന് പ്രമോഷൻ. എങ്ങോട്ടാ? ചുടുകാട്ടിലേക്ക്. ചുടുകാട്ടിലേക്ക്. അയ്യോ ആശാനെ, പഴയ കിണറ്റിൽ നിന്ന് പോടും. തമാശ കരുതാക്കൊണ്ട് തമാശ പറയുന്നേ. ഇരുന്നോളൂ. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലെ ഒരു അംഗം പോലെയാണ്. ഇരിക്കൂ. ഓണത്തിനുള്ള ഡ്രസ്സാണ്. ഇത് വാച്ചർക്ക് കൊടുത്തേക്കൂ. ഇത് നിങ്ങൾക്കുള്ളതാണ്. സൈസ് കറക്റ്റ് അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം. ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കൂ. വേണ്ട, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ജീവിതത്തിൽ നിരാശയുള്ളതുകൊണ്ടാ ഇങ്ങനെയുള്ള അപകർഷതാ ബോധമൊക്കെ തോന്നുന്നത്. ചാൻസിക്ക് സണ്ണി സാർ കൂടെ ഉണ്ടായിട്ട് ഒരു ഡിസിപ്ലിൻ പോലും ഇല്ല. ഇതാണ് സിന്ധു എന്നെ ഇതേവരെ മനസ്സിലാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഡ്യൂട്ടി കഴിഞ്ഞ വി ആർ ഫ്രണ്ട്സ്. പിന്നെ ചിരിയും കളിയും തമാശയും ഒക്കെ ആകാം. സാറി ഇരിക്കൂ. ഒന്ന് ഇരിക്കും മാമേ. കുടിക്കാൻ എന്ത് വേണം? ചായയോ ജ്യൂസോ? എനിക്ക് ബിയർ മതി. ഇത് ബാറല്ല, വീടാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ജ്യൂസ് തന്നെ കഴിക്കാം. എന്താ? ഓയസ്, എനിക്ക് വേണ്ട. ഓ യു നോട്ട്. ഇവിടെ കൊണ്ട് തോറ്റു. ഒന്ന് അടങ്ങി ഇരിക്കടി കുതിരെ. ബാലേട്ടാ. എന്തോ? എല്ലാവർക്കും ജ്യൂസ് എടുക്കൂ. ഇതില് ജ്യൂസ് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് ബാലേട്ടാ.
പിന്നെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നത് സിന്ധുവിന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫാന്റാസ്റ്റിക് മ്യൂസിക് കിട്ടിയിട്ടുണ്ട്. സിന്ധുവിന് ഷൈൻ ചെയ്യാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട്. നമുക്ക് റിഹേഴ്സൽ ചെയ്തു നോക്കാം. ഈ ഡാൻസ് സിന്ധുവിനെ പോലെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ കഴിവിൽ എനിക്ക് അത്ര വിശ്വാസം. റിഹേഴ്സൽ എന്ന് തുടങ്ങാൻ സാറേ? ഇന്ന് വൈകിട്ട് തന്നെ തുടങ്ങാം. സോറി സാർ, ഇന്ന് വൈകിട്ട് ഒരു ഷോപ്പിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിനേക്കാൾ വലുതാണോ ഷോപ്പിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം? നമുക്ക് പ്രോഗ്രാം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. പിന്നെ ഇന്ന് റിഹേഴ്സൽ അല്ലേ? തുടക്കത്തിൽ തന്നെ ശവനപ്പുഴയാണല്ലോ. ചേച്ചേ, ഇങ്ങനെ മൂഡൌട്ടായാലോ? നിങ്ങൾ റിഹേഴ്സൽ തുടങ്ങിക്കോ. ഉദ്ഘാടനം കഴിഞ്ഞ് ഉടനെ ഞാനിവിടെ എത്തിക്കൊള്ളാം. അവിടുന്ന് ബാലേട്ടാ, എന്തോ അദ്ദേഹത്തിന് ജ്യൂസ് കൊടുത്തോ? കൊടുത്തിട്ടില്ല, കൊടുക്ക. ഓ എടുത്തോളൂ. താങ്ക്സ്. അതാരാ? എന്റെ കസിൻ ബ്രദറാ. ഒരു ജോലിക്ക് വേണ്ടി ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിരിക്കുക. എന്നിട്ട് ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ശരി, ഞാൻ വിളിക്കാം. ഓഹോ, അപ്പോ റിഹേഴ്സലിന് വരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എങ്ങനെയുണ്ട്? അളവെടുത്ത് തയ്ച്ച പോലെ ഇരിക്കുന്നു. കളർ ഇഷ്ടപ്പെട്ടോ? എല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ട്രൂപ്പിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങളെ ഒന്ന് കാണണമെന്ന്. എന്റെ കസിൻ ബ്രദർ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് സണ്ണി സാറ്, ഞങ്ങളുടെ ട്രൂപ്പിന്റെ മാനേജരാ. ഹലോ. ഹലോ. മിസ് ഡോളി. ഹലോ. മിസ് ജാൻസി. ഹായ്. മിസ് ഗീത. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല, ഞങ്ങൾ പോയിട്ട് വരട്ടെ. മര്യാദക്ക് പോകുന്നുണ്ടോ? ബൈ ബൈ. ഡ്രസ് മാറ്റണ്ട കേട്ടോ, നമുക്ക് ഒരിടം വരെ പോണം. ബാലേട്ടാ, എന്താ കുഞ്ഞെ? ബാലേട്ട വേഗം ഡ്രസ് ചെയ്തോളൂ. ഞാൻ വരണോ? എന്താ പുതിയൊരു ചോദ്യം? അല്ല, അയാളുണ്ടല്ലോ. ബാലേട്ടന്റെ സ്ഥാനമല്ല ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുള്ളത്. ജാൻസി, മൂവ്മെന്റ്സ് എല്ലാം വളരെ ഫ്രീ ആയിരിക്കണം. പിന്നെ പാടുമ്പോ കൂടുതൽ സ്ട്രെയിൻ ചെയ്യരുത്. എനിക്ക് പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സിന്ധു തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. സിന്ധു സിന്ധു സിന്ധു, നീയൊക്കെ പിന്നെ എന്തിനാ തുള്ള നടക്കുന്നത്? സിന്ധു ഇല്ലെന്ന് കരുതി ഈ ട്രൂപ്പ് പിരിച്ചുവിടാൻ പറ്റൂ? ജാൻസി പറഞ്ഞ ശരിയാണ്. സിന്ധു ആവുമ്പോ പെട്ടെന്ന് പഠിച്ചെടുക്കും. നല്ല മെയ് വഴക്കുണ്ടാ കുട്ടിക്ക്. അതല്ല സതീഷ് ഞാൻ പറയുന്നത്. അവനവൻ ചെയ്യുന്ന തൊഴിൽ എനിക്ക് മുന്നേറണം എന്നൊരു വാശി വേണ്ടേ? അത് ഇവർക്ക് ആർക്കും ഇല്ല. സാറേ, ദൈവം കൊടുത്ത ഓരോ കഴിവാ. ഞങ്ങൾ അതിൽ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? മതി മതി, കൂടുതൽ സംസാരിക്കണ്ട. മാസ്റ്റർ, ഇവർക്കുള്ള സ്റ്റെപ്പ് മാത്രം പറഞ്ഞു കൊടുക്കും. ശരി. കാറ് വരുന്നുണ്ടോ? സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിർത്ത്. നമസ്കാരം. ഞങ്ങള് ഇവരുടെ ആരാധകരാണ്. വളരെ സന്തോഷം. ഷോപ്പിംഗ് സെന്ററിൽ വന്നിരുന്നു. അവിടെ വെച്ചത് കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങോട്ട് തന്നു. ഇത് അവർക്ക് കൊടുക്കും. ഇല്ലല്ല, അവർക്കാണ്. സിന്ധുവോളെ, ഇത് വാങ്ങിച്ചോളൂ. നമസ്കാരം. ചെല്ലിയില് മാലയിട്.
നിന്റെ കഴുത്തിൽ തന്നെ കരുതി നീ എന്റെ ഭാര്യ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. സിന്ധു ആയിരിക്കും. ആ നീ അവിടെ ഇരിക്കും. ഓൾറൈറ്റ്. ആ സിന്ധു എത്ര വൈകിയത്? ക്ഷമിക്കണം മാസ്റ്റർ, അല്പം താമസിച്ചു പോയി. റിഹേഴ്സൽ തുടങ്ങിയില്ലേ? ഓ, മറ്റുള്ളവരുടെ മൂവ്മെന്റ്സ് എല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞു. എന്നാ നമുക്ക് തുടങ്ങാം മാസ്റ്റർ. ഒരു കാര്യം ചെയ്യാം പക്ഷേ, ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്ത് ക്ഷീണിച്ചിരിക്കാം. നമുക്ക് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എന്താ? ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ മാസ്റ്റർ. ഓ അല്ല, ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകാത്ത എന്താ? സിന്ധു പാടിക്കൊണ്ട് വേണം ഈ ഡാൻസ് ചെയ്യാൻ. വരികൾ നല്ല പോലെ പഠിക്കണം. ഈ കാസറ്റ് ഞാനിന്ന് കൊണ്ടുപോട്ടെ, നാളെ രാവിലെ വരുമ്പോ കൊണ്ടുവരാം. സണ്ണി സാറിനോട് ചോദിച്ചേക്കൂ. സാറുണ്ടോ അവിടെ? മുറിയിലുണ്ട്. യൗവനം രതിയുടെ ആലയം എന്മനം, യൗവനം രതിയുടെ ആലയം എന്മനം. Yes, come in. താനായിരുന്നു? ആ സിന്ധുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആരാ? കസിൻ ബ്രദറാന്നാ പറഞ്ഞത്. ആരായാലും ശരി, അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. ആ, എന്ത് സംഭവിച്ചു? പറയാം. അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാണ്. ഇഷ്ടമില്ലെങ്കിൽ പറയണമെന്നില്ല. നാട് വിട്ടിവിടെ വന്നതിന് ശേഷം ഒത്തിരി പേരോട് ഞാൻ എന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും പറയാം. വളരെ ചെറുപ്പത്തിലെ എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. പിന്നീട് എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അമ്മാവനായിരുന്നു. അമ്മാവന് ഒരേ ഒരു മകളെ ഉള്ളൂ. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് പലപ്പോഴും അവളെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. സഹിക്ക് വയ്യാതെ ഒരു ദിവസം അവളുടെ ചെകിടത്ത് രണ്ട് ഞാൻ കൊടുത്തു. അന്ന് രാത്രി അമ്മാവൻ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. കയ്യിൽ കിടന്നിരുന്ന വാച്ച് വെച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ശത്രു സ്വന്തക്കാരാണ്. എന്റെ ആഗ്രഹങ്ങൾ തകർത്തത് അമ്മാവിന്റെ മകനാണ്. മോളി പാല് കുടിക്ക്, അമ്മ അടുക്കി വെക്കുക. ശോ, അമ്മ അടിക്കാൻ ശരിയാവില്ല, പിന്നെ കുടിച്ചോളാം. അവിടെ വെച്ചേക്കൂ. ഭവാനി, എനിക്കെന്തോ അവളെ പറഞ്ഞേക്കാൻ തീരെ മനസ്സ് വരുന്നില്ല. ഇതല്ല എത്രയോ തവണ അവളോട് പറഞ്ഞിട്ടുള്ളതാ, കൂട്ടാക്കണ്ടേ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അവളുടെ ആഗ്രഹം ദുബായി പോണോന്നായിരുന്നില്ലേ? എന്നാലും ഇത്രയും ദൂരം. അതിനെന്താ, അവളുടെ മുറച്ചക്കന്റെ കൂടെ അല്ലേ പോകുന്നത്? അച്ഛൻ എന്തിനിങ്ങനെ പേടിക്കുന്നത്? വീടും പറമ്പും പണയപ്പെടുത്തിയതുകൊണ്ടാണോ? ദുബായി ചെന്ന ഒരു കൊല്ലത്തിനുള്ളിൽ ഇതെല്ലാം ഞാൻ തിരിച്ചെടുക്കാം. ഇതാ മോഹനം വരുന്നുണ്ടല്ലോ.
ഞാൻ പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും കരയരുത് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തില്ലേ? ഞാൻ കിടന്നിരുന്ന കട്ടിലൊഴിച്ച് ബാക്കി എല്ലാം എടുത്തിട്ടുണ്ട്. ആ അമ്മാവൻ എന്തോന്നും ഉണ്ടാത്ത്? സിന്ധു പോകുന്ന വിഷമം കൊണ്ടാ. ഇനി അവളുടെ അച്ഛനും അമ്മയും എല്ലാം നീയാ. ഇതെല്ലാം അമ്മായി പ്രത്യേകം ഓർമ്മിപ്പിക്കണോ? എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം വേറെടുത്തോണ്ട് വരും. ആ ചെന്നാൽ ഉടനെ അവളെ കൊണ്ട് കത്തെഴുതിക്കണം കേട്ടോ. അക്കാര്യത്തിൽ അമ്മാവൻ പേടിക്കണ്ട. അവൾ എഴുതിയില്ലെങ്കിലും ഞാൻ എഴുതും. ഇതപ്പോ ഇങ്ങോട്ട് താ ചേച്ചി. വേണ്ട ഉണ്ണി. അതിനെന്താ ഞാൻ എടുത്തോളാം. അങ്ങനെ ഞാനും മോഹനേട്ടനും ബോംബെയിലെത്തി. ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് താമസിച്ചു. സിന്ധു ഉം. വേഗം ഡ്രസ് ചെയ്തിട്ട് വരൂ. ഹലോ, ആര്? ഉസ്മാനാണോ? ഗുഡ് മോർണിംഗ്. അവരിങ്ങോട്ട് എത്തിയില്ലല്ലോ. ശരി, നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ. ഹലോ. ഹായ്. വെൽക്കം വെൽക്കം. ഹൗ ആർ യു? ഫൈൻ. പ്ലീസ് ബി സീറ്റഡ്. താങ്ക്സ്. പ്ലീസ്. സിന്ധു, വേഗം വരൂ. ആ, ഇത് മിസ്സിസ് ലളിത മേനോൻ. ഹലോ. ഹീസ് മിസ്റ്റർ മുസ്തഫ ആൻഡ് ഹീസ് ജെയിംസ്. ഇവരാണ് ദുബായിൽ സിന്ധുവിന് ജോലി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ബോണ്ട് പേപ്പർ എടുത്തു കൊടുക്കൂ. സിന്ധു ഇരിക്കൂ. രണ്ട് പേപ്പറിലും ഓരോ സൈൻ ഇട്ടേക്കൂ. പേടിക്കണ്ട, സ്പോൺസർ സെക്യൂരിറ്റിക്ക് വേണ്ടിയാ. താങ്ക്സ്. ഇവിടെ ഇന്ന് തന്നെ പുറപ്പെടില്ലേ? പിന്നെന്താ? സിന്ധു ദുബായിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാഴ്ചത്തെ ട്രെയിനിങ് ഉണ്ട്. മിസ്സിസ് മേനാണ് നിങ്ങളുടെ ഹോസ്റ്റലിലെ മേട്രൺ. ഡോണ്ട് വറി, ഭയപ്പെടാനൊന്നുമില്ല. കുട്ടിയെ പോലെ ഒത്തിരി പേര് അവിടെയുണ്ട്. ദേ ആർ അണ്ടർ ട്രെയിനിങ്. എന്നാ സിന്ധു ലളിതാമ്മേന്റെ കൂടെ പോയിക്കൊള്ളൂ. ഞാൻ വൈകിട്ട് അവിടെ എത്തിക്കൊള്ളാം. റൂം നമ്പർ 7 ഹിയർ. പ്ലീസ് സെൻഡ് എ ബോയ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ. മോഹനേട്ടന് എന്റെ കൂടെ അവിടെ വരെ വന്നിട്ട് പോരാമായിരുന്നില്ലേ? സിന്ധു ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആവരുത്. എനിക്ക് NOC മിസ്റ്റേക്ക് ശരിയാക്കണ്ടേ? ആ ബാഗും സൂട്ട് കേസ് എടുത്ത് കാറിൽ വെച്ചോളൂ. ശരി, എന്നാ നിങ്ങൾ പുറപ്പെട്ടോളൂ. വരൂ സിന്ധു. വൈകിട്ട് വരില്ലേ? ഓ ഷുവർ. ഓക്കെ, ബൈ. ബൈ. കം ഡാർലിംഗ്. മൻസൂറെ, ബാങ്കിൽ പണം അടച്ചോടാ. അടച്ചു വെച്ചി. രാധേ, ഈ സാധനങ്ങളൊക്കെ മുകളിൽ AC റൂമിൽ വെക്ക്. ശരി. ആ സിന്ധു, ഇരിക്കൂ. കുടിക്കാൻ എന്തെങ്കിലും? ഇപ്പൊ വേണ്ട. എന്നാണ് ട്രെയിനിങ് തുടങ്ങുന്നത്? ട്രെയിനിങ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിന്ധു ഇന്ന് റെസ്റ്റ് എടുത്തോളൂ. എവിടെ പോയിരുന്ന? നാളെ എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്താം. ഇന്ന് റെസ്റ്റ് എടുത്തോളൂ. വരും.
അന്ന് വൈകിട്ട് വരാമെന്ന് പറഞ്ഞ മോഹനേട്ടൻ രാത്രിയായിട്ടും വന്നില്ല. ഇന്ന് വരണ്ട, നാളെ വന്നാ മതി. പുതിയ സ്റ്റഫാണ്. യു ആർ മോസ്റ്റ് വെൽക്കം. ഓക്കെ, ബൈ ബൈ. എന്താ ക്ഷീണമൊക്കെ മാറിയോ? എനിക്ക് മോഹനേട്ടനെ ഒന്ന് വിളിക്കണം. എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എനിക്കിവിടെ താമസിക്കാൻ ഇഷ്ടമല്ല. എന്തു പറ്റി? അത് ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം. ഇനി ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവന് നോട്ടുകൾ എണ്ണി കൊടുത്തിട്ടാ ഞാൻ നിന്നെ മേടിച്ചത്. ഞാൻ അവനെ സമ്മതിക്കില്ല. എന്താ പറഞ്ഞത്? നീ സമ്മതിക്കില്ല അല്ലേടി? അവളെ റൂമിലേക്ക് പൂട്ട്. Damn it. മുസ്തഫ, നമ്പർ കിട്ടുന്നില്ലല്ലോ. ആ മോഹനെ വിളിച്ചോണ്ട് വാ. ശരി മാഡം. എന്നാലും നീ ചെയ്തത് മഹാപാവമാണ്. സ്വന്തം മുറപ്പെണ്ണിനെ ആരെങ്കിലും വിൽക്കൂടാ? എന്താ മുസ്തഫ? മിസ്സിസ് മേനോൻ നിങ്ങളെ കൈയോടെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞു. എന്താ കാര്യം? ആ പെണ്ണ് അവിടെ കിടന്ന് വല്ലാതെ ബഹളം വയ്ക്കുന്നു. മോഹനേട്ടാ, ഞാൻ ഈ കേട്ടതെല്ലാം ശരിയാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇത് അബദ്ധമാണോ? ദൈവത്തെ ഓർത്ത് ചേട്ടൻ എന്നെ നശിപ്പിക്കരുത്. നിനക്ക് പണമുണ്ടാക്കാനുള്ള അത്യാഗ്രഹം കൊണ്ടല്ലേ ഗൾഫിലേക്ക് പോകാൻ പോയത്? അവിടെ ചെന്നാലും ഗതി ഇതൊക്കെ തന്നെയാ. മോഹനേട്ടൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? സിന്ധുവിന് അറിയാമോ, നാട്ടിൽ ഞാനുണ്ടാക്കിയ സുഖ സൗകര്യങ്ങളൊക്കെ ഈ തൊഴിൽ കൊണ്ട് നേടിയതാ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കഴിയാമെങ്കിൽ നിനക്കും പലരും നേടാം. മര്യാദയില്ലാതെ സംസാരിച്ചാലുണ്ടല്ലോ, സ്വന്തം എന്തോന്ന് ഞാൻ നോക്കില്ല. എനിക്കും പറയാനുള്ളത് അത് തന്നെയാ. തന്നെ കൊന്നിട്ട് ജയിലിൽ പോവേണ്ടി വന്നാലും എന്റെ ശരീരം വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാതെ തന്നെ ഞാൻ വിടില്ല. നീ എന്നെ വിടില്ല അല്ലേ? മാഡം, എനിക്കിഷ്ടമില്ലാത്ത ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. നിന്നെ പോലെയുള്ളവരെ എനിക്ക് ഇവിടെ ആവശ്യമില്ല. ഞാൻ എണ്ണിക്കൊടുത്ത പണം തിരിച്ചു തന്നാൽ എപ്പോ വേണമെങ്കിലും നിനക്ക് ഇവിടുന്ന് പോവാം. അവര് പറഞ്ഞു കേട്ടില്ലേ, വാങ്ങി പണം തിരിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉടനെ നാട്ടിലേക്ക് പോവാം. എടി പെണ്ണേ, ഇത് കൂട്ടു ബിസിനസ്സാ. കിട്ടിയ പണം അപ്പ പങ്കുവെച്ച് പിരിയും. നീ മനുഷ്യനല്ല, മൃഗമാണ്. നിന്നെ എന്താണ് ചോർന്നത്?
കമ്മിറ്റ് സൂസൈഡ്? നോ സർ. ഭാവനക്കെന്നെ മൈലാനിക്ക് അമ്മേ, അയ്യോ അമ്മേ. സാർ മലയാളിയാണോ? മനുഷ്യ മലയാളിയാണോ ഇംഗ്ലീഷ് ആണോ എന്ന് നോക്കണ്ട. ഒരു മനുഷ്യ സ്ത്രീ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ബാല കൊണ്ടുപോ, നമുക്ക് പോവാം. നിങ്ങൾ എത്രയോ ബിസിനസ് ഇതുവരെ ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. സ്വന്തക്കാരായതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്തായി? കിട്ടിയോ? കിട്ടിയിട്ടും വലിയ കാര്യമില്ല. അവളുടെ ദേഹത്തൊരു കാർ മുട്ടി അവര് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓ ഷിറ്റ്. ബോണിന് ഫ്രാക്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നാളെ തന്നെ പോവാം. ഇറ്റ്സ് എ ലക്ക്. ഓക്കെ, ഡോണ്ട് വറി. ബാല, എന്തോ? നീ പോയി ഡോളി വിളിച്ചോണ്ട് വരൂ. ഓ, പെയിനുണ്ടോ? നേരിയ വേദനയുള്ളൂ. സംസാരിക്കുന്നതിൽ എന്തോ പ്രയാസമുണ്ടോ? ഇല്ല. മോൾ എന്തിനാ ഇങ്ങനെ ഓടിയത്? തുറന്നു പറയാൻ മടിയൊന്നും വേണ്ട. എന്റെ ഒരു മകളെ പോലെ കരുതി ചോദിക്കുക. ദുബായിൽ ഒരു ജോലിക്ക് വേണ്ടി. മോള് കരയാതിരിക്കൂ. ഇവിടെ ആരുടെ ശല്യം ഉണ്ടാവില്ല. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. ഡോളി, ഈ കുട്ടിക്ക് ഇവിടെ ആരോരും ഇല്ലാത്താണ്. ഇവിടെ വേണ്ട പോലെ നീ നോക്കിക്കൊള്ളണം. ശരി സർ. എന്റെ ഡാൻസ് ട്രൂപ്പിലുള്ള കുട്ടിയാണ്. ഞങ്ങൾ നാളെ രാവിലെ വരാം. വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അന്നനട നടക്കാതെ വേഗം ചെല്ലടി അങ്ങോട്ട്. ആ മോഹന്റെ അടുത്തുനിന്ന് പണം തിരിച്ചു വാങ്ങാൻ എന്താ ഇപ്പൊ ഒരു വഴി? അടുത്ത ബിസിനസ് നടത്തുമ്പോ അവന് പണം കൊടുക്കരുത്. ആ വരണം വരണം വരണം. ഇരിക്കണം. ഇരിക്കാനേ. വേണ്ട, ഞാൻ ഇരിക്കൂ. എന്താ നിക്കുന്ന? ഇരിക്കൂ. വേണ്ട. ജെയിംസ്. അല്ല, ബാലെന്നാ പേര്. ബാലൻ. ഉം. ആ ഫോട്ടോ എടുക്കൂ. ദാ. ഫോട്ടോയിൽ കാണുന്നേക്കാൾ ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. മുസ്തഫ, എല്ലാവരെയും വിളിക്കേ. വിളിക്കണ്ട, ഞങ്ങളുടെ ആവശ്യം അതല്ല. ബാല, നമ്മൾ വന്ന കാര്യം പറയും. അവിടെ ഇരുന്നാ മതി. സിന്ധു എന്നൊരു പെൺകുട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയില്ലേ? അവളെ എന്ത് വിലക്കാണ് നിങ്ങൾ വാങ്ങിയത്? അത് അത് അല്ല, എന്ത്? പറയൂ. 5000 രൂപ. അവൾ സൈൻ ചെയ്ത ഒരു ബോണ്ട് പേപ്പർ ഇവിടെ ഇല്ലേ? അവൾ ഒപ്പിട്ട ഒരു ബോണ്ട് പേപ്പർ ഇവിടെ ഇല്ലേ എന്നാ ചോദിച്ചത്. ഉണ്ട്. ആ പേപ്പർ അന്ന് അങ്ങോട്ട് നിങ്ങൾ ആരാണ്? പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ആപത്ത് നിങ്ങൾക്ക് തന്നെയാ. സാറ് പറയുന്ന അനുസരിക്കുന്നതല്ലേ, ഇല്ലെങ്കിൽ എല്ലാത്തിനും അകത്താക്കും. ഞാൻ കൊടുത്ത പണം തന്നാൽ. ഓയസ്, അതിനെന്താ? ഇതാ മേഡം. എന്നാ ഉം. ആ, പണം. ഉം. ചേച്ചി ചേച്ചി, ദേ ഇത് കണ്ടോ? എന്താ ഉണ്ണി? ഒന്ന് വായിച്ചു നോക്കി. നീ തന്നെ ഒന്ന് വായിക്കടാ. ഗൾഫ് നാട്ടിൽ ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും പണം തട്ടിയെടുത്ത് അവരെ ബോംബെയിലെ ചുവന്ന തെരുവിൽ വിൽക്കുന്ന സംഘത്തെ ഇന്നലെ ബോംബെയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘത്തിലെ തലവൻ ചുവന്നവണ്ണ സ്വദേശിയായ മോഹനാണ്. സിന്ധു എന്ന ചെറുപ്പക്കാരിയിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. സിന്ധു. ആ പെൺകുട്ടി കാറപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്.
ഈ കേസിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ബോംബെ പോലീസ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ മോളെ സിന്ധുമോളെ, തോട്ടക്കാരന്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്താ സുമതി? തോട്ടക്കാരന്റെ ജോലിയൊക്കെ സിന്ധു ചെയ്യുന്ന കണ്ടിട്ടാ. ജോലി ഇല്ലെങ്കിൽ സാർ അവനെ പിരിച്ചുവിട്ടാലോ എന്ന് കരുതിയ. സമയം പോകാൻ എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ സുമതി? സിന്ധുവിന് ഡാൻസ് പഠിക്കണമെന്നുണ്ടോ? പഠിച്ചാ കൊള്ളാവുന്നുണ്ട്. സിന്ധുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരൊക്കെ ഇപ്പൊ ഇരുമ്പഴിക്കുള്ളിലാ. വിശദ പത്രത്തിലുണ്ട്, വായിച്ചു നോക്കൂ. എവിടെ നോക്കട്ടെ. ഗൾഫ് നാട്ടിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് പാവപ്പെട്ട പെൺകുട്ടികളിൽ നിന്നും പണം തട്ടിയെടുത്ത സംഘത്തെ ബോംബെയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘത്തിന്റെ തലവൻ ചുവന്നമണ്ണ് സ്വദേശിയായ മോഹനാണ്. ഓടി രക്ഷപ്പെട്ട സിന്ധു എന്ന ചെറുപ്പക്കാരിയിൽ നിന്നാണ് ഈ സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത്. സിന്ധു ഒരു കാറപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ബോംബെയിൽ നിന്ന് പോലീസ് കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എന്റെ ദൈവമേ, ഇനി എന്താവുമോ എന്തോ. പത്രക്കാരിങ്ങനെ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ചിട്ട് എഴുതുന്നേ. അവരെത്ര വേണമെങ്കിലും അങ്ങോട്ട് എഴുതിക്കോട്ടെ. കുഞ്ഞു പേടിക്കണ്ട. ഇതേ പത്രത്തിന് ഇതേ മാറ്ററിന് എതിരായിട്ട് ഒരാഴ്ച കൊണ്ട് ഞാൻ കൊടുക്കും. സാർ, ഈ വിവരം വീട്ടിലുള്ളവർ വായിച്ചറിയുമ്പോ സിന്ധു ഉടനെ തന്നെ വിശദമായിട്ട് വീട്ടിലേക്ക് ഒരു കത്തെഴുതിയാൽ മതി. അത് പോരെ സുമതി, എനിക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോണം. സിന്ധുവിന് നിർബന്ധമാണെങ്കിൽ പോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ബാല, ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കും. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. പറഞ്ഞോളൂ. സാറും എന്റെ കൂടെ നാട്ടിലേക്ക് വരണം. ഈ അവസ്ഥയിൽ എന്റെ അച്ഛനെയും അമ്മയും എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ശരി, ഞാൻ കൂടെ വരാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. അത് വേണ്ട. അല്ല, എനിക്ക് ആ നാടൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതിയ. ചേട്ടനും പാലേട്ടനും കൂടെ പോയാ പിന്നെ ഞാൻ ഇവിടെ തനിച്ചാവൂലേ? എന്നാ ശരി, ഞാൻ വരുന്നില്ല. ആ വേണ്ട, കണ്ടത്രയൊക്കെ മതി. സംസാരിച്ച് നിൽക്കാതെ വേഗം 2 ടിക്കറ്റ് ബുക്ക് ചെയ്യൂ. വരൂ സിന്ധു. എന്തു പറ്റി? അവരുടെ കഴിഞ്ഞ കാല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സിന്ധു, സിന്ധു നോക്കൂ, സിന്ധു. സിന്ധു, സിന്ധു മോളെ, സിന്ധു കണ്ണൂർക്കും മോളെ, കണ്ണൂർക്കും. സാരമില്ല, പൊയ്ക്കോളൂ. കുഞ്ഞെന്തിനാ വരുന്നവരടുത്തും പോണവരടുത്തും ഈ പഴയ കഥകൾ പറഞ്ഞു കേൾപ്പിക്കണം? സാർ, നമ്മുടെ പുതിയ ഡാൻസിന്റെ റിഹേഴ്സൽ ആരംഭിച്ചാൽ കൊള്ളാവുന്നുണ്ട്. അതിനെന്താ, നാളെ തന്നെ ആരംഭിച്ചോളൂ. സണ്ണി എവിടെ? സണ്ണി സാറും ജാൻസിയും കൂടെ ഇപ്പൊ പുറത്തു പോകുന്ന കണ്ടു. മാസ്റ്റർ, സണ്ണി വന്ന ഇന്ന് തന്നെ എന്നെ വീട്ടിൽ വന്ന് കാണാൻ പറയും. ശരി സാർ. ഓക്കെ, ഞാൻ വരാം. ആ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇതാരാ? സർ, ഇതാണ് ഞാൻ പറഞ്ഞ മിസ്റ്റർ ദേവി. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു സർ. സിന്ധു എന്നോട് എല്ലാ കാര്യം സൂചിപ്പിച്ചിരുന്നു. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. Ladies and gentlemen,
we are proudly presenting our fantastic dance program. I believe that you will enjoy our program. Please bless us. Thank you. Thank you. നല്ല പാട്ട്. ഫസ്റ്റ് ക്ലാസ്. എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? ഒന്നുമില്ല. സിന്ധുവിനെ എങ്ങനെ ഈ ട്രൂപ്പിൽ നിന്ന് ഔട്ടാക്കാൻ ആലോചിക്കായിരുന്നു. നമ്മൾ ആര് വിചാരിച്ചാലും അത് നടക്കില്ല. ശങ്കർ സാറിന് അവളെ അത്ര കാര്യമാ. പിന്നെ ഇപ്പോ ആ രവിയെ കൂടി സാറിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. Stupid. വെറുതെ ഓരോന്ന് ആലോചിച്ചാ വേണ്ടാത്ത ചിന്തകളൊക്കെ വരൂ. ഡാൻസ് വരും. റിഹേഴ്സൽ ഹാളിൽ അന്യ ആളുകൾക്ക് പ്രവേശനമില്ലെന്ന് മാസ്റ്റർക്ക് അറിയില്ലേ? എന്താ റിഹേഴ്സൽ ഇല്ലേ? അവര് നടത്തിക്കോട്ടെ. ശങ്കർ സാർ വന്നിട്ട് വേണം അവന്റെ അഹങ്കാരം ഒന്ന് കുറയ്ക്കാൻ. സിന്ധു പോയി റിഹേഴ്സൽ അറ്റൻഡ്. എനിക്ക് സൗകര്യമില്ല.
മര്യാദയ്ക്ക് എന്റെ കൈ വിടുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൈയോട്. കാറിൽ കയറൂ. പുറകിലിരുന്നോളൂ. സണ്ണിയെ ട്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ശരിയല്ല. എടാ ബാല, നിന്നെ ഈയിടെ അങ്ങോട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് സുമതി വലിയ പരാതിയിലാണ്. ഞാൻ എന്ത് ചെയ്താലും എനിക്കെന്നും പരാതിയേ ഉള്ളൂ. ജാൻസിയും സണ്ണിയും കൂടെ ചേർന്ന് ട്രൂപ്പിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് സാറിനറിയാമോ? ചിലതെല്ലാം ഞാൻ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ട്രൂപ്പ് ഒരു മുത്തുമാല പോലെയാണ്. അതിൽ നിന്ന് ചില മുത്തുക്കൾ അടർത്തി മാറ്റിയാൽ അതിന്റെ കോട്ടം ആ മാലക്കുണ്ടാവും. അപ്പോ ഞാൻ പറഞ്ഞ സിന്ധുവിന് മനസ്സിലായല്ലോ. സാറ് പറയുന്നത് ശരിയാണ്. പക്ഷേ ട്രൂപ്പിൽ ഇപ്പോൾ ഒരച്ചടക്കവും ഇല്ല. ആ ചാൻസിയും ഡോളിയും ഗീതയും ഒക്കെ ഇപ്പൊ സണ്ണിയുടെ വലയിലാ. ഒരു കാര്യം ചെയ്യാം സിന്ധു, സണ്ണി ഇവിടുത്തെ ട്രാവൽ ഏജൻസിയുടെ മാനേജറെ നിയമിക്കാം. അപ്പോ ട്രൂപ്പിൽ ഒരാള് വേണ്ടേ? ആളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരാ? ആള് സിന്ധുവിന് ഇഷ്ടപ്പെട്ട ആള് തന്നെ. അതാ വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. രവി കാലത്ത് എവിടെ പോയിരുന്നു? ഞാൻ ബാങ്കിൽ പോയിരുന്നു. റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ദാറ്റ്സ് ഓൾ റൈറ്റ് സർ. എനിക്ക് രവിയോട് പേഴ്സണലായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ യെസ്, അതിനെന്താ, ഞാൻ പൊയ്ക്കോളാം. രവി ഇരിക്കൂ. സിന്ധുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു വളച്ചു കെട്ടില്ല, അത് കാര്യം പറയാം. രവി സിന്ധുവിനെ വിവാഹം കഴിക്കണം. ഒന്നും പറയണ്ട, രവിക്ക് സമ്മതാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സിന്ധുവിന് രവിയെ ഇഷ്ടമാണ്. എനിക്കും സമ്മതമാണ്. എന്താ രവിക്കൊരു നാണം? അപ്പോ നാളെ ഞാൻ ദുബായിക്ക് പോവുകയാണ്. തിരിച്ചു വന്നാൽ ഉടനെ നിങ്ങളുടെ വിവാഹം. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? തമ്മിൽ തമ്മിൽ സ്വപ്നം മാറും കിളികളെ, പൈങ്കിളികളെ, കനവുകൾ സഫലമായി വിലയിടും സമയമായി. നിറമിഴും ചിന്തകളാലേ മണിമാല്യം കോർക്കുമ്പോൾ, നിറമിഴും ചിന്തകളാലേ മണിമാല്യം കോർക്കുമ്പോൾ, തമ്മിൽ തമ്മിൽ സ്വപ്നം മാറും കിളികളെ, പൈങ്കിളികളെ, കനവുകൾ സഫലമായി വിലയിടും സമയമായി. കനവുകൾ സഫലമായി വിലയിടും സമയമായി. സിന്ധുമോളെ, സിന്ധുമോളെ, മോളെ
ചായ. എന്ത് പറ്റി ആശാനെ? തന്റെ അപ്പന്റെ കൂടെ വന്നു. അച്ഛനെ അച്ഛനെ അങ്ങാടി തോറ്റതിന് അമ്മയെ തല്ലിയിട്ട് എന്താ കാര്യം? കഴിച്ചു. വെളുത്തതെല്ലാം പാലിൽ നിന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതല്ലേ. എന്റെ പെങ്ങളെപ്പോലെ കരുതി പറയാണ്. അയാളുമായുള്ള ബന്ധം കുഞ്ഞിന് ചേർന്നതല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഈ വക കാര്യങ്ങളിലൊന്നും നിങ്ങൾ തലയിടരുത്. ഞാൻ പറയുന്ന അനുസരിച്ചാ കുഞ്ഞ് എന്നെക്കാൾ ചെറുതായൊന്നും പോയില്ല. തനിക്ക് ഈടെയായി കുറച്ച് അധിക പ്രസംഗം കൂടുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്ന? ബാല. ഓഹോ, ഇല്ല, റിഹേഴ്സൽ പോയിരിക്കാം. ഉണ്ടോ ഇല്ല എന്നുള്ളത് ക്യാമ്പിലേക്ക് ഫോൺ ചെയ്ത് നോക്കിയാൽ അറിയാം. ബാലേട്ടാ, സിന്ധു സിന്ധു എവിടെ? ഇവിടെ ഇല്ല. നിങ്ങൾ വന്ന റിഹേഴ്സൽ ക്യാമ്പിലേക്ക് എല്ലാം പറഞ്ഞു. ഇങ്ങനെ ഒരു സാഹചര്യം ഞാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ്. സിന്ധുവിന് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, പക്ഷേ എനിക്ക് പണ്ടേ ഉള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചതുകൊണ്ട് സിന്ധു പൊയ്ക്കുള്ളൂ. എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് മറ്റാരും അറിയാൻ പോകുന്നില്ലെന്ന്. പിന്നെ രവിയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നും ആകാനും പോകുന്നില്ല. ഇതൊക്കെ എതിർത്ത് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. പിന്നെ നിവൃത്തിയിലാവന്നാൽ എന്തു പറയുന്നു? മോഹൻ? അതെ, മോഹൻ തന്നെ. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു അല്ലേ? കഴിഞ്ഞതൊക്കെ മറക്കളിയാ, നമുക്കൊന്ന് കൂടാ. ഞാൻ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, ആശാൻ ഒരു കാര്യം അറിഞ്ഞോ? നിന്റെ മുറപ്പെണ്ണ് ഇവിടെ വിലസുകയാ. അവളെ ശങ്കർ വെച്ചോണ്ടിരിക്കല്ലേ? അയാളെ വിട്ടെന്നാ തോന്നുന്നത്. ഇപ്പോൾ അവള് വേറൊരുത്തനെ വെച്ചോണ്ടിരിക്കുക. ആരാണവൻ? അതൊക്കെ പറയാം, നമുക്ക് രണ്ട് ഫിറ്റ് ചെയ്യാം. വാ. ഫുള്ളാണല്ലോ.
ആൽബം ഇവിടെ വെച്ചിരിക്കുന്നു. എന്താ ആൽബം? സിന്ധുവിന്റേത്. എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. ആൽബം ഒന്നും ഇതിനകത്തും വെക്കാറില്ല. അത് കുഞ്ഞുള്ളപ്പോ കുഞ്ഞോട് ചോദിച്ചു വാങ്ങിച്ചൂടെ? ഓ, ബാലേട്ടുണ്ടായാ പോരെ. ആൽബം തെരയുന്നു കുറെ തെരി. ഇത് സിന്ധു കുഞ്ഞിനെ വിളിച്ച് കാണിച്ചാലോ? വേണ്ട, ഒരു ഞാൻ തന്നെയാണ് വിളിച്ചിട്ട്. നിങ്ങൾക്ക് രവിയേട്ടനെ കുറിച്ച് കുറ്റങ്ങളല്ലാതെ വേറൊന്നും പറയാനില്ലല്ലോ. എനിക്കെന്തോ അയാളെ കാണുമ്പോ എന്തെല്ലാമോ സംശയങ്ങൾ തോന്നുന്നു. എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം, പോരെ? കുഞ്ഞ് എന്നോട് ദേഷ്യപ്പെടണ്ട, ഞാൻ എന്റെ കടമ നിർവഹിച്ചെന്നുള്ളൂ. കടമ നിർവഹിക്കാനും ഉപദേശിക്കാനും താൻ എന്റെ ആരാണ്? ശരിയാണ്, ഞാൻ നിങ്ങളുടെ ആരുമല്ല. പക്ഷേ ശങ്കർ സാറിനോട് എനിക്കുള്ള കടപ്പാട് എന്റെ മരണം വരുത്തിയില്ല. തന്തിയും തള്ളി ആരാണെന്നറിയാത്ത തന്നെ ഈ നിലയ്ക്ക് എത്തിച്ചത് എന്റെ പൊന്നും സാറ്. കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണം. പക്ഷേ കുഞ്ഞെന്നിൽ കാണുന്ന തെറ്റ് ഇനി ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. പക്ഷെ എന്റെ പാടെ വിദ്യാന്ന് കരുതി ഞാൻ ചോദിച്ചു. സിന്ധു, ഇൻകം ടാക്സ് റിട്ടേണിന്റെ കോപ്പി അതിലുണ്ടോ? ഇതാ. ഹലോ, എന്താ സിന്ധു? എന്താ കുഞ്ഞെ? നമ്മുടെ ശങ്കർ സാറ് ശങ്കർ സാർ മരിച്ചു. എന്തായിരുന്നു അസുഖം? ദുബായിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നു. നമുക്കുടനെ സാറിന്റെ വീട്ടിലേക്ക് പോകാൻ പാലട്ടാ. സാറിന് ഇങ്ങോട്ട് കൊണ്ടുവരുമോ കുഞ്ഞെ? അതൊക്കെ അവിടെ ചെന്നാലേ അറിയൂ. എന്താ വീട്ടിനുള്ളിൽ ലൈറ്റ് ഒന്നും കാണാൻ? ഞാനും അതിനെ ആലോചിക്കുന്നു. സാർ വന്നിട്ട് പോയതാ. എപ്പോഴാ തന്നത്? രാവിലെ ഒരു 10 മണി ഉണ്ടാവും. കയ്യില് പെട്ടിയെ കേട്ടാ പോയത്. എങ്ങോട്ടാ പോയത്? അതറിയില്ല. ഒന്നും പറഞ്ഞില്ലേ? അതൊന്നും പറഞ്ഞില്ല. തരൂ.
പെട്ടിയും ഡ്രസ്സും ആ മുറി കാണുന്നില്ലല്ലോ. സർ, എന്താ സിന്ധു? രവിയേട്ടൻ ഇന്ന് ബാങ്കിൽ നിന്ന് എത്ര ക്യാഷാണ് ഡ്രോ ചെയ്തതെന്ന് അറിയാമോ? ആ എസ്റ്റേറ്റിന്റെ രജിസ്ട്രേഷൻ ഇന്നാണെന്നും പറഞ്ഞ് എല്ലാ തുകയും ഡ്രോ ചെയ്തല്ലോ. എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്? എന്നെ അയാൾ വഞ്ചിച്ചു ബാലേട്ട. ബാങ്കിലുണ്ടായിരുന്ന എല്ലാ രൂപയും അയാൾ എടുത്തോണ്ട് പോയി. എന്നാലും എന്റെ മോളെ, നിന്നോട് ഈ കൊലച്ചെയ്ത് ചെയ്തല്ലോ അവൻ. ഇനി എന്ത് ചെയ്യും ബാലേട്ട? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കണം. ഹിയർ. ശരി, ഞങ്ങൾ ഉടനെ അവിടെ എത്താം. അയാളുടെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ഓക്കെ? ഹലോ, സുമതിയല്ലേ? അതെ. ഞാൻ സിന്ധു. ഏതായാലും നേരം വെളുക്കട്ടെ. സിന്ധു വിഷമിക്കണ്ട, എല്ലാം ഞാൻ വേണ്ടതുപോലെ ചെയ്യാം. വെക്കട്ടെ. ഇവനാണ് ഞാൻ പറഞ്ഞ രവി, നമ്മുടെ സിന്ധുവിന്റെ കൂട്ടത്തിലുള്ളവൻ. ഹലോ, എന്താ? തെറ്റിദ്ധരിക്കണ്ട, ഞാൻ രവിയോട് മാപ്പ് ചോദിക്കാൻ വന്നതാണ്. മനസ്സിലായില്ല. ഇത് മിസ്റ്റർ മോഹൻ, എന്റെ സുഹൃത്താണ്. ദുബായിൽ നിന്ന് വന്നതേ ഉള്ളൂ. വരൂ. വാ. എന്താ ലോഡ്ജിൽ താമസിക്കുന്നത്? ഞാൻ അവിടുന്ന് പോന്നു. പിന്നെ പറയാം. ഞങ്ങൾ അടുത്ത മുറിയിലാണ് താമസിക്കുന്നത്. നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. വരട്ടെ. സാറ് പോയതോടുകൂടി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എനിക്ക് ഈ ലോകത്ത് ഇനി ആരുമില്ല ബാലേട്ട. എന്റെ മരണം വരെ ഞാൻ കുഞ്ഞിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. സിന്ധുവിനെ കൂടി നമ്മുടെ കസ്റ്റഡിയിൽ എടുക്കാൻ എന്താണ് ഒരു മാർഗം? നമ്മുടെ ജാൻസി വിചാരിച്ചാൽ സാധിക്കില്ലേ? അവൾക്ക് ആണുങ്ങൾ വെച്ചിരിക്കാനേ പറ്റൂ. വേറൊരുത്തിയുണ്ട്, ഡോളി. അവള് സ്നേഹിച്ചുകൊണ്ട് കഴുത്തറക്കാൻ ബഹുമിടിക്കുകയാണ്. എന്താ അവളെ തന്നെ നാളെ പറഞ്ഞു വിടണം. സിന്ധു, സിന്ധുവിന് വേണ്ടി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാ. എന്നാലും അവസാനം അയാൾ നിന്നോടിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ. പണം പോയതിനേക്കാൾ വലിയ അപമാനമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഞാനിനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും സുമതി? സിന്ധു, കുഞ്ഞെ, ഇതിനകത്തൊരു ഫോട്ടോ ഉണ്ട്. ബാത്റൂമിലെ വെന്റിലേറ്ററിന്റെ മുകളിൽ നിന്ന് കിട്ടിയതാ. ഭാവന സ്റ്റുഡിയോ, ഗുരുവായൂർ. സിന്ധുവിന്റെ ആരാ ഗുരുവായൂരുള്ളത്?
അയാളുടെ വീട് ഗുരുവായൂരാണെന്നല്ലേ പറഞ്ഞത്? അതേ, ഗുരുവായൂരിൽ തന്നെ. ആ, എന്നാ ഇത് അയാളുടെ കുട്ടിയാകാനാ സാധ്യത. അവളുടെ സമ്പാദ്യം മുഴുവൻ അടിച്ചോണ്ട് വന്നിരിക്കും. കഷ്ടപ്പാട് മുഴുവൻ നമുക്കാ. ഇനി അവന്റെ കയ്യിൽ നിന്ന് അടിച്ചെടുക്കണ്ടേ? ആ, വെറുതെ എടുത്തിയാടണ്ട. അവന്റെ കയ്യിലുള്ള ഒരു തുക നമ്മൾ അറിഞ്ഞതായിട്ട് പോലും നടിക്കണ്ട. അവനെ ഒതുക്കാൻ എന്താണ് ഒരു മാർഗം? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ് ഞാൻ ഗ്ലോറി ഡിക്രൂസിനെ ഏൽപ്പിക്കാൻ പോകുന്നത്. അതിനെന്താ, സണ്ണിക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ഏതായാലും മരിക്കൊന്നും വേണ്ട. ഗ്ലോറിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കി തരാം. അതെന്താണ്? ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിലുള്ള രവിയുടെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് നമ്മൾ അത് തട്ടിയെടുക്കുന്നവരെ അവനെ പുറത്തു പോകാൻ അനുവദിക്കരുത്. ഓക്കേ ഡാർലിംഗ്. അപ്പോ ഗ്ലോറി ഇന്നു മുതൽ രവിയുടേതാണ്. രവിയുടേത് മാത്രം. ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ? എന്നാ പോയി റെസ്റ്റ് എടുത്തോളൂ. ഓക്കേ. സിന്ധു, സിന്ധു, സിന്ധു ഇവിടെ ഇല്ല. എവിടെ പോയതാ? അയ്യോ, അറിയാൻ പാടില്ല. എപ്പോ വരും? ഹോയ്, ഒന്നും പറഞ്ഞില്ല. ഇന്ന് വരുമോ? നിങ്ങളെന്താ പോലീസുകാരോട് കള്ളന്മാരോട് പോലീസുകാർ ചോദിക്കുന്നമാര് ചോദിക്കും? ഈ ബാലേട്ടൻ എന്താ മനുഷ്യരെ കാണാത്ത പോലെ സംസാരിക്കുന്നത്? ഞാൻ പിന്നെ മൃഗത്തിനോടാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അയ്യോ, ഈ ചേട്ടൻ എന്തു പറഞ്ഞാലും തമാശയായിരിക്കും. ആ, അതെ, എന്റെ തന്തയുടെ ഗുണം. അതിൽ നീ അസൂയപ്പെട്ടിട്ട് പ്രയോജനമില്ല. പിന്നെയും ബാലേട്ടൻ തമാശ പറയണോ? അത് നിനക്ക് മനസ്സിലായില്ലേ? അത് നിന്റെ തന്തയുടെ ഗുണം. വേണ്ട, നോക്കാ. എന്താ പേര്? ഡോളി. വെരി നൈസ് നെയിം. ഡോളി, ഡോളി, ഇരിക്കും. ഡോളി, ഞാൻ പോയി കുടിക്കാനേ ജ്യൂസ് എടുത്തിട്ട് വരാം. നമുക്ക് അകത്തിരുന്ന് കഴിക്കാം. സിന്ധുവെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എന്താ വരില്ലേ? ഓ യെസ്, അതിനെന്താ? ഒരു പോവാ. ഒരു മനുഷ്യനോട് വരില്ല. ഓക്കെ? നാഥ, നാഥ, ഇത് കഴിച്ചിട്ട് സംസാരിക്കാം. കഴിക്കട്ടോളെ. ആ രവിയുമായി അടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ, സിന്ധു കുഞ്ഞെ, ഈ ബന്ധം നല്ലതിനല്ലെന്ന്. ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിരുന്നു സണ്ണി സാർ. സിന്ധുവിന്റെ പുറകെ നടക്കല്ലായിരുന്നു. ആ, ശരിയാ പറഞ്ഞത്. സണ്ണി സാറ് പണക്കാതിരുന്നെങ്കിൽ ഇപ്പൊ ആ രവിയെ തൂക്കിയെടുത്തു കൊണ്ടുവന്ന്. ഒരു വനിതാ സിയടി.
അങ്ങോട്ട് പോ അത് മാറ്റി വേഗം പോ വാ. മോളിയല്ലേ? അതെ. സിന്ധു, നീ ഇവിടെ? ഈ ഫോട്ടോ മോന്റേതാണോ? അതെ, ഈ അടുത്തുള്ള സ്റ്റുഡിയോന്ന് എടുത്താണ്. ഇതെങ്ങനെ സിന്ധുവിന് കിട്ടി? ഈ ഫോട്ടോ ആണ് എന്നെ ഇവിടെ എത്തിച്ചത്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എത്ര വർഷങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഇരിക്കും. ജോണിച്ചന് സിന്ധുവിനെ അറിയാമോ? അറിയും, പക്ഷേ പേര് ജോണി എന്നല്ല, രവി എന്നാ പറഞ്ഞേ. എന്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയി. അയാൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം കളവാണ്. ഞാൻ എല്ലാം പറയാൻ സിന്ധു. ബികോം പാസ്സായ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ജോണിച്ചായൻ ആ ബാങ്കിലെ കാഷ്യർ ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ സ്നേഹമായി. വിവാഹത്തിന് എന്റെ വീട്ടുകാരെതിരായിരുന്നു. ഒടുവിൽ അവരെ ധിക്കരിച്ച് ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇറങ്ങിപ്പോന്നു. കഷ്ടിച്ച് 6 മാസം ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. ആ ഇടയ്ക്ക് ബാങ്കിൽ 1 ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നു. അത് ചെയ്തത് ജോണിച്ചനായിരുന്നു. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. ഒരു ദിവസം മദ്യപിച്ച് ബോധമില്ലാതെ ജോണിച്ചൻ ബാങ്കിൽ വന്ന് ബഹളം വെച്ചു. ഇത് പലതവണ ആവർത്തിച്ചപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി ഞാൻ ജോലി റിസൈൻ ചെയ്തു. എന്തൊരു ബുദ്ധിയില്ലായ്മയാണ് കാണിച്ചത്. സത്യത്തിൽ നീ അയാളെ ഉപേക്ഷിക്കല്ലേ വേണ്ടത്? ഞങ്ങളുടെ മതത്തിൽ അത് പറഞ്ഞിട്ടില്ല. മദ്യപിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു. പ്രസവ സമയത്ത് അമ്മ അപ്പച്ചൻ അറിയാതെ എന്നെ വളരെ സഹായിച്ചു. എന്റെ ഓഹരിയും വാങ്ങിച്ചു തന്നു. അതുകൊണ്ട് പട്ടിണിയാണെങ്കിലും കേറിക്കിടക്കാൻ ഒരു വീടും പുരയിടവും ഉണ്ടായി. അയാൾ നാടുവിടാൻ കാരണം എന്താ? എല്ലാം പണയപ്പെടുത്തി ഒടുവിൽ ഒന്നുമില്ലാതായപ്പോ ഒരു ദിവസം ഫോട്ടോ മോളെ മോളെ എനിക്ക് മോളെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത്രയും നാള് പറഞ്ഞതും പ്രവർത്തിച്ചൊന്നും പോരായിരിക്കും. എനിക്ക് ഒരു ചെറിയ ബിസിനസ് നടത്തിയാ കൊള്ളാമെന്നുണ്ട്. കള്ളി ഷാപ്പായിരിക്കും. അപ്പൊ പുറത്താർക്കും കൊടുക്കണ്ടല്ലോ. അവരിപ്പത്ര കളിയാക്കാനെന്തിരിക്കുന്നു? േക്കാൾ കൂടുതൽ വരുമാനവും ബഹുമാനവും ഉണ്ട് കള്ളിഷാപ്പുകാർക്ക്. അറിയാവോ? അതിനിപ്പോ ഞാനെന്ത് വേണമെന്ന് പറയുന്നേ? എവിടെ പോയി കിടന്നുറങ്ങും മനുഷ്യ? നീ എന്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവ്. ആ മിന്ന് ഞാൻ കിട്ടിയതാണ്. ആ വിലക്ക് ആ താലിമാല ഇങ്ങോട്ട് ഊരിത്താ, എനിക്ക് പണയം വെക്കാനാ. എന്നെ കൊന്നാലും ഞാൻ ഈ താലിമാല തരില്ല. വാശി കേട്ടത് എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. വേണ്ടി വന്നാൽ കൊല്ലാനും മടിക്കില്ല. കൊല്ലോ? എന്നാ കൊല്ല്. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മറന്നോ? കാണിച്ചു തരാം. എന്റെ കർത്താവേ. Yeah.
ജോണിച്ചനെ കണ്ടിട്ടില്ല. ഈ നാട്ടുകാരുടെ സഹായത്തിലാണ് എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, നീ എവിടെ വെച്ചാണ് ജോണിച്ചനെ പരിചയപ്പെട്ടത്? പറയാം. പണം മാത്രമല്ല മോളെ എനിക്ക് നഷ്ടപ്പെട്ടത്, എന്റെ ജീവിതവും അയാൾ നശിപ്പിച്ചു. സിന്ധു, ഞാൻ ഗർഭിണിയാണ്. ഇല്ല മോളെ, ഇങ്ങനെയുള്ള ഒരുത്തന്റെ ബീജത്തിന് രൂപം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിത് അബോർഷൻ ചെയ്യുന്നു. മാതാവേ, എന്തിനെന്നെങ്ങനെ പരീക്ഷിക്കുന്നു? മോളെ, എന്റെ സഹോദരി പോലെ കരുതി പറയുകയാണ്. നീ എന്റെ കൂടെ പോരെ. നിനക്ക് മാനമായിട്ട് ജീവിക്കാൻ നല്ലൊരു ജോലി ഞാൻ വാങ്ങിത്തരാം. സിന്ധു, ഞാൻ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഈ ചുറ്റുപാടിൽ നീ എന്റെ കൂടെ കഴിയുന്നത് എനിക്ക് ഒരു ആശ്വാസമാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? ശരി. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണെന്നോ ഞാൻ അച്ഛനമ്മമാരോട് യാത്ര പറഞ്ഞ് അന്ന് അയാളുടെ കൂടെ ഇറങ്ങിപ്പോന്നത്. ഈ പണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ബന്ധത്തിനും സ്വന്തത്തിനും ഒരു സ്ഥാനമില്ല സിന്ധു. സത്യത്തിൽ മോളിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഞാൻ പലപ്പോഴും അത് ആലോചിച്ചിട്ടുള്ളവളാ. പക്ഷേ എന്റെ മോന്റെ കാര്യം ആലോചിക്കുമ്പോൾ എല്ലാം മറന്ന് ഞാൻ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു കടപ്പാടില്ലാതിരിക്കാനാ എന്നിൽ വളരുന്ന ജീവനെ ഞാൻ ഇപ്പോഴേ നശിപ്പിക്കാൻ പോകുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യമേ ഉള്ളൂ. എന്നെ വഞ്ചിച്ചവരുടെ ജീവൻ എന്റെ കൈകൊണ്ട് തന്നെ നശിപ്പിക്കണം. നോക്ക്, നോക്ക് മോനെ. എനിക്ക് ചായ വേണ്ട ബാലേട്ട, മോളിക്ക് കൊടുക്കൂ. മോൻ ചായ കുടിച്ചോ? അവന് ഞാൻ പാല് കൊടുത്തു. ആന്റിയും മമ്മിയും പുറത്തു പോവാ. മോനെ അങ്കിളിന്റെ കൂടെ നിന്നോണം. ഞങ്ങൾ വരുമ്പോ ജിജോ മോന് നല്ലൊരു ഡോള് വാങ്ങിക്കൊണ്ടുവരാം. മോന് ഈ അങ്കിള് നല്ല കഥ പറഞ്ഞു തരും. ഓക്കെ? മോനെ അങ്കിള് ഭയങ്കരനായ ഒരു പട്ടാളക്കാരനെ കാണിച്ചു തരാം. പട്ടാളക്കാരനോ? അതാരാ ബാലേട്ടാ? നമ്മളെ വയസ്സും വാച്ചത്. ഗ്ലോറിയല്ലേ പോന്നത്?
ഞങ്ങളെ വഞ്ചിക്കാൻ നോക്കി നിന്നെ ഇനി ജീവനോടെ വെച്ചേക്കില്ല. നിനക്ക് പണം വേണം അല്ലേടി? എനിക്കൊന്നും വേണ്ട, എന്നൊന്നും ചെയ്യരുത്. No, please, leave me alone. എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത്. No, please, don't kill me. തനിയെ ചാവും. എന്നെ കൊല്ലരുത്. സിന്ധു കാർ പോയിരിക്കും, ഞാൻ മരുന്ന് വാങ്ങിട്ട് വരാം. ഗ്ലോറി എവിടെ? എനിക്കറിയില്ല. കമോൺ. ഈ രണ്ട് ചെന്നായ്ക്കളും നിന്റെ കയ്യാളുകളായിരുന്നല്ലേ? പാവപ്പെട്ട പെൺകുട്ടികളുടെ ചാരിത്രം വിറ്റ കാശുകൊണ്ടല്ലേടാ നീ ഇങ്ങനെ ഉടുത്തിറങ്ങി നടക്കുന്നത്? പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തിയിട്ട് ഇപ്പൊ പറ്റിയതായിട്ട് നിൽക്കുന്നോടാ. പണ്ട് ബാങ്ക് കൊള്ള ചെയ്തിട്ടുള്ള പാരമ്പര്യം നീ എന്നോടും കാണിച്ചു അല്ലേ, ദ്രോഹി. നീ ഉപേക്ഷിച്ചിട്ട് പോന്ന കുഞ്ഞും ഭാര്യയും ഇന്ന് എന്റെ സംരക്ഷണയിലാണ്. സിന്ധുവിന് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. മിസ്റ്റർ രവിയെ ഞങ്ങളൊന്ന് ദുബായിക്ക് അയക്കാണ്. ഞാൻ നേരിട്ട് വിളിച്ചാൽ സിന്ധു വരില്ലെന്നറിയാം. അതുകൊണ്ടാണ് ബലാത്കാരം ഉപയോഗിക്കേണ്ടി വന്നത്. നിങ്ങൾ രണ്ടുപേരും അടുത്ത മുറി പോയി സംസാരിച്ചോളൂ. എനിക്ക് ആരോടൊന്നും സംസാരിക്കണ്ട. സംസാരിക്കണം. വില്യംസ്, മിസ്റ്റർ രവി, നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും തട്ടിക്കളയരുത്. പൊയ്ക്കോളൂ. കമാൺ കമാൺ.
Hand over the gun.